ഒരു എക്സ്പീരിയൻസ്ഡ് ഡിജിറ്റൽ മാർക്കറ്ററിന്റെ സാലറി എത്രയാണെന്ന് അറിയോ? ഗസ് ചെയ്യാൻ പറ്റുമോ? ചെയ്തോളൂ. താഴെ കൊടുത്തിട്ടുണ്ട്. ഈ സോഴ്സ് ഇന്ത്യയിൽ നിന്ന് എടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയി സെർച്ച് ചെയ്ത് നോക്കാന്നുള്ളതേ ഉള്ളൂ. സോ ഇത്ര രൂപയ്ക്ക് എങ്ങനെ ഒരു ഡിജിറ്റൽ മാർക്കറ്ററിന്റെ സാലറി കൊടുക്കും? നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ടോ? ഇല്ല അല്ലേ? യെസ്. അപ്പൊ ഇവർക്ക് എങ്ങനെയാണ് ഇത്ര സാലറി കിട്ടാൻ കാരണം? അല്ലെങ്കിൽ ഇവർ എന്ത് ചെയ്തിട്ടാണ് ഇവർക്ക് ഇത്ര സാലറി കിട്ടുന്നത്? നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇവര് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഭയങ്കര സ്കിൽഡ് പേഴ്സൺ ആയിരിക്കും. ഒരു പർട്ടിക്കുലർ സ്കിൽ എടുക്കുക, സോഷ്യൽ മീഡിയ എടുക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിലായിരിക്കും ഈ പുള്ളി ഭയങ്കര ഒരു വിദഗ്ധനായിട്ടുള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ SEOയിലാണ് ഇയാൾ ഭയങ്കര ഒരു പ്രോപ്പറായിട്ട് പുള്ളി SEOയിൽ വൻ കേമനായിരിക്കും. സോ ഒരു സ്കില്ല് നിങ്ങൾ പ്രോപ്പർ ആക്കുക, അതിൽ നിങ്ങളാണ് ബെസ്റ്റ് എന്നുള്ളത് തെളിയിക്കുക. സെക്കൻഡ് വൺ, പുള്ളിയുടെ ലിങ്ക്ഡിൻ നോക്കിക്കഴിഞ്ഞാൽ ഹി വിൽ ബി എ ഒരു മോസ്റ്റ് കണക്റ്റഡ് പേഴ്സൺ ആയിരിക്കും. ഒരു ഡിജിറ്റൽ മാർക്കറ്റർ എപ്പോഴും ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഒരു ഗ്രൂപ്പ് വേണം. അതല്ലാന്നുണ്ടെങ്കിൽ ഹി ഷുഡ് ബി ലെഡ് ബൈ എ കമ്പനി, അല്ലെങ്കിൽ ഹി ഷുഡ് ബി ലെഡ് ബൈ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യും. ഓക്കെ, എപ്പോഴും ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് എൻഗേജ് ചെയ്യാൻ നോക്കുക. ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ഭയങ്കര നോളേജ് കിട്ടും. ഓക്കെ, തേർഡ് ഫോർത്ത് പറയുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ അറിഞ്ഞിരിക്കും. പിന്നെ കമ്മ്യൂണിക്കേഷൻ അത് നല്ല പോലെ ചെയ്യും. ഇപ്പോൾ ഒരു ക്ലയന്റിന്റെ ആയാലും അല്ലെങ്കിൽ ഒരു സെല്ലർ ഫോളോവർ ആയാലും നല്ല ഒരു പോസിറ്റീവ് എൻഗേജ്മെന്റ് അല്ലെങ്കിൽ പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ പുള്ളിക്ക് നല്ല പോലെ അറിയായിരിക്കും. സോ ഇതല്ലാതെ കുറേ കഴിവുകളുണ്ട്. ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ കീപ് ലേണിംഗ്, കീപ് പ്രാക്ടീസിങ് ആൻഡ് കീപ് എൻഗേജിങ്.